മലയാളി സിനിമാ പ്രേക്ഷകർ ആവേശത്തോടുകൂടി കാത്തിരിക്കുന്ന ചിത്രമാണ് മോഹൻലാൽ ലിജോ ജോസ് പല്ലിശ്ശേരി കൂട്ടുകെട്ടിലൊരുങ്ങുന്ന മലൈക്കോട്ടെ വാലിബൻ. മലയാളത്തിലെ അപ്കമിംഗ് റിലീസുകളിൽ മലൈക്കോട്ടെ വാലിബനോളം പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുള്ള ചിത്രങ്ങൾ ഇല്ല. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ ആദ്യമായി നായകനാവുന്ന ചിത്രം എന്ന് തന്നെയാണ് ഇതിന് പ്രധാന കാരണം. എന്നാൽ ഓൺലൈനായും ഓഫ്ലൈനായും സിനിമാ പ്രേമികളുടെ ചർച്ചകളിൽ എപ്പോഴും ആക്റ്റീവായി നിൽക്കുന്ന ചിത്രത്തിന്റെ പ്രമേയത്തെ സംബന്ധിച്ച സൂചനകളൊന്നും അണിയറക്കാർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇപ്പോഴിതാ ഒരു ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമിൽ വന്ന ചിത്രത്തിന്റെ കഥാസംഗ്രഹം സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ചയാവുകയാണ്. യുഎഇയിലെ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പായ വോക്സ് സിനിമാസിന്റെ വെബ്സൈറ്റിലാണ് ചിത്രത്തിന്റെ കഥാസംരംഭം ഇടം പിടിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് സമയകാലങ്ങളെ മറികടക്കുന്ന യോദ്ധാവാണ് മോഹൻലാലിന്റെ നായകൻ. മറ്റ് ചില കഥാപാത്രങ്ങളുടെ പേരുകളും അതിലുണ്ട്. ചിന്നപ്പയ്യൻ, അയ്യനാർ, രംഗപട്ടണം, രംഗറാണി എന്നിങ്ങനെയാണ് അവ. മലൈക്കോട്ടെ വാലിബൻ പേര് പോലെ തന്നെ മിഴവും വ്യത്യസ്തതയുമുള്ള പേരുകളാണ് ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളുടേതെന്ന് ഈ കഥാസംഗ്രഹത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. മോഹൻലാലിനോടൊപ്പം സൊണാലി കുൽക്കർണി, മണികണ്ഠൻ ആചാരി തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. 130ഓളം ദിവസങ്ങളിൽ രാജസ്ഥാൻ, ചെന്നൈ, പോണ്ടിച്ചേരി എന്നീ സ്ഥലങ്ങളിലാണ് മലൈക്കോട്ടെ വാലിബന്റെ ചിത്രീകരണം നടന്നത്. ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് PS റഫീഖാണ്. അതേസമയം മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ നേര് എന്ന ചിത്രം 100 കോടി ക്ലബിൽ കയറിയിരിക്കുകയാണ്. ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം മോഹൻലാൽ തന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചു. മോഹൻലാലിന്റെ ആദ്യ സംവിധാന സംരംഭമായ ബെറോസ് മാർച്ചിലാണ് റിലീസ് ചെയ്തത്. 40 വർഷത്തോളമുള്ള തന്റെ അഭിനയ ജീവിതത്തിലെ അനുഭവ പാഠങ്ങൾ ഒത്തുചേരുന്ന സിനിമയായി